പറയണം എന്തെല്ലാം ഉണ്ടേനും പറയും. അധികം മക്കളില്ലാത്ത ആളും ഇതെല്ലാം കാരണം എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോ അവർ ഓർമ്മ വരുന്നത്, എന്തെങ്കിലും ഒന്ന് വായിലിടുമ്പോഴേക്ക് ഒരു ബന്ധം, സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മളൊക്കെ അത് എത്ര പ്രായമായ തട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഞാൻ ദുബായിലുള്ള ഞാൻ തക്കുനെ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് പറയാം, നേരെ നോക്കിയത് കേട്ടു. അസ്സലാമലൈക്കും, എല്ലാവർക്കും കുലൂസ് ചാനലിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ നമ്മള് എങ്ങനെ അങ്ങ് ദൂരെ ഖത്തറിൽ എത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ നിന്ന് മണവാളനും ഖത്തറിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ എന്തിനാ വന്നതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ച നമ്മളൊന്ന് ഒരു ബ്ലോഗ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല നമ്മളെ ബ്ലോഗ്, പക്ഷെ ബ്ലോഗ് ഒരിക്കലും കംപ്ലീറ്റ് അല്ല. കാരണം നമ്മളെ 6 മക്കള് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മളെ ബ്ലോഗ് കംപ്ലീറ്റ് ആവും. 2 മക്കള് മാത്രമേ ഖത്തറിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മള് പറഞ്ഞു അവര് ബാക്കി 4 പേര് കണ്ടിട്ടുണ്ട്. ഉപ്പാനെ ഖബർ സിയാറത്തിൽ വന്നിട്ടുണ്ട്. ഇവര് 2 പേരും കാണിച്ചിട്ടില്ല. അങ്ങനെ കൂടെയാണ് ബാക്കി 4 പേരുള്ളത്. പിന്നെ നമ്മൾ ഇന്ന് വന്നത് നമ്മളെ ഫുഡ് റെസ്റ്റ് കൊടുക്കാത്തന്ന് വെച്ചിട്ട് എല്ലാരും കമന്റ് അപ്പൊ ഇന്ന് ഇതാ ഫുഡെല്ലാം വെച്ചിട്ട് ഒരു പണിയെടുക്കാതെ ഫുഡ് കഴിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. പോകുന്നവരെ നമ്മള് കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ. അപ്പൊ പോകുന്നവരെ ഈ അവസരം ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ അവസരത്തിന് അങ്ങനെ നല്ലത് വെറുതെ ഇരുന്ന് മടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു ദിവസം എത്ര വെറുതെ ഇരിക്കുന്നല്ല. നമ്മൾ ആ വീട്ടിൽ രാവിലെ എണീച്ചിട്ട് രാത്രി നമുക്ക് ബേജാറ്. എന്താ അറിയോ, രാത്രി രാവിലെ എന്തുണ്ടാക്കും, സ്കൂളിലേക്ക് എന്ത് കൊടുക്കും, കുട്ടികൾക്ക് എന്തുണ്ടാക്കും, എന്ത് കറി ഉണ്ടാക്കും, ഉച്ചക്ക് എന്ത് കറി ഉണ്ടാക്കും, വൈകുന്നേരം ചായക്ക് എന്തുണ്ടാക്കും. ഇന്ന് രാവിലെ 6 മണിക്ക് കാരണം പിള്ളേരെ പക്ഷെ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. ഇപ്പൊ എല്ലാവരും ചോദിക്കാൻ ഇങ്ങനെ മനസ്സ് വന്ന പോലെ സത്യമാണ്. നമുക്കത് നമ്മളൊരു ആവശ്യം, നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി വന്നതേ ഉള്ളൂ. എന്റെ ഉപ്പാക്ക് ഇവരെ കാണിക്കണം എന്നുള്ള ആഗ്രഹം. കാരണം എവിടെ നിന്നാലും ദുആ കേൾക്കും, എല്ലാം അറിയാം. എന്നാലും നമ്മളെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ കല്യാണം ആ ഒരു ഇതിലേക്ക് 3ാമത്തെ പ്രാവശ്യം. പിന്നെ എന്താ വെച്ചാൽ പറയാ റെസ്റ്റിന്റെ കാര്യം. നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ എണീച്ചിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം അതിന്റെ ഒരു സ്വാദ് വരാത്ത സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുന്ന എല്ലാം കിട്ടുന്നേ. പക്ഷെ നമ്മളൊരു തൃപ്തി ഇല്ലാത്ത പോലത്തെ ഭക്ഷണം അല്ലേ. ഈ ഗൾഫിലുള്ളവരെല്ലാം സമ്മതിക്കണം. ആണുങ്ങളെ സ്ത്രീകള് ഫാമിലിയിൽ താമസിക്കുന്നവർക്ക് കുഴപ്പമില്ല, അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. നമുക്കിവിടെ റൂം ടൂർ ഞാൻ ചെയ്യാട്ടോ. അടിപൊളി റൂമാണ്, അടിപൊളി വൈബാണ്. അപ്പൊ അത് ഞാൻ വേറെ തന്നെ ബ്ലോഗ് ചെയ്യാം. ഒരു ഹോം ടൂർ പോലെ റൂം ടൂർ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. അപ്പൊ ഫുഡ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത് എന്താന്ന് വെച്ചാ പൂരി പറയുമ്പോ തന്നെ എന്റെ മക്കളൊന്നും നല്ലോണം കാരണം യേശുവിനും താനും ആശക്കള് പൂരിയും സോയാബീൻ കറിയും ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എന്ത് ഭക്ഷണമൊക്കെ നമുക്ക് അവരെ തന്നെ ഓർമ്മയുണ്ട്. ഇത് രണ്ടും കഴിക്കുന്നില്ലല്ലോ. അവരെല്ലാം നല്ല ഭക്ഷണമൊക്കെ പിന്നെയും കഴിക്കും ആസ്വദിച്ച്. ഞാൻ ഉമ്മാട് പറഞ്ഞു ഞാൻ ഇരുന്ന് എന്ത് തന്നെ മക്കൾക്ക് അളവ്. പിന്നെ ഞാൻ വേറൊരു കാര്യം മനസ്സിലാക്കി. എനിക്കെന്താ അറിയോ, ഈ ഓരോരോ ഉമ്മമാര് പാവം കഷ്ടപ്പാടുകൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും പ്രവാസ ലോകം സ്വീകരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് ഈ മക്കളെ ഇട്ട് പോകുമ്പോ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും. ഓരോ ദിവസം ഓരോരോ സാധനം കാണുമ്പോ മക്കളെ എത്രത്തോളം ഓർമ്മാവുന്ന എന്റെ ഇപ്പൊ ഒരു പാഠം വെച്ചിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഒരു ദിവസം കാരണം ഞാൻ 24 മണിക്കൂർ അവർ ഒന്നിച്ചല്ലേ. ആ സ്കൂളിൽ ഇപ്പൊ മാത്രം ഞാൻ വിട്ടു നിൽക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ മിസ് ആയിട്ടുണ്ടായിരുന്നു 8 മാസം. കാരണം 14 വർഷം നമ്മൾ ഒന്നിച്ച് വീട്ടിൽ ഇവര് നാട്ടിൽ തന്നെയാണ്. ഇവര് ഗൾഫിലും പ്രവാസിയും ഒരു മാസത്തിൽ റിട്ടേൺ വരും. അധികം ഒരു മാസം അതിന്റെ കൂടുതൽ ഇവര് നിന്നിട്ടേ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വന്ന് നിക്കാന്ന് പറയുമ്പോ ഭയങ്കര അതും ഈ ദുഃഖത്തിന് ഒരു സന്തോഷം ഉണ്ടെന്ന് പറയുന്നില്ല. അതേപോലെ നാട്ടിലെത്തിട്ട് അവരും കൂടി കാണുമ്പോ നമ്മളെ ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആവും. പിന്നെ അൽഹംദുലില്ലാ വേറൊരു കാര്യം പറയാണ്ട് നമ്മുടെ ചാനൽ 2 ലക്ഷം ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭയങ്കര താങ്ക്സ് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാല് പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാല് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് എടുക്കുന്നത്. നെഗറ്റീവ് യൂട്യൂബേഴ്സിനെ വല്ലാണ്ട് എന്തൊക്കെയോ അപവാദങ്ങൾ പറഞ്ഞു, ഭർത്താക്കന്മാർ ഭാര്യമാരെ ഇതെന്താ കാണിച്ച് പൈസ അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. അവരോടൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ നിങ്ങളെ റബ്ബിലേക്ക് നിങ്ങൾ അടുത്തോ. നമ്മളെ ഹൃദയം നോക്കുന്ന റബ്ബാണ്. അപ്പൊ നമ്മള് മോശം കണ്ടാൽ നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ നമ്മള് വെച്ചിട്ടില്ല. നമ്മളിപ്പോ തട്ട ഇടാണ്ട് പറഞ്ഞെങ്കിൽ ഓക്കെ തക്കു നീ എപ്പോഴും അങ്ങനെയല്ല, തട്ടിടാണ്ട് നടക്കണ്ട അങ്ങനെ. പിന്നെ നമ്മളെ സന്തോഷങ്ങൾ ഇപ്പൊ എന്റെ ഉമ്മാനെ മേക്കപ്പ് അതൊന്നും നിങ്ങൾക്ക് പറയേണ്ട ഒരു അർഹതയില്ല. കാരണം എന്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ
വളർത്തിനെ. ഇഷ്ടം കൊണ്ടല്ല ഇന്നേ വരെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ ഇഷ്ടം കൊണ്ടല്ല. ഒരുപാട് ആൾക്കാർ വെറുതെ വന്ന് സബ്സ്ക്രൈബ് അതന്നെ. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു ഫാമിലിയിൽ താമസിക്കുന്നത്, നമ്മൾ ഇതുകൊണ്ടൊന്നും ചെയ്യുക. എന്റെ ഉമ്മ അത്രയും കഷ്ടപ്പെട്ടില്ല നമ്മളെ വളർത്തി. അപ്പൊ ഈ പറയുന്ന ആളൊന്നും 1 രൂപ പോലെ കൊടുത്തിട്ടോ നമുക്കൊരു ജ്യൂസ് വാങ്ങി തന്നോ നമുക്കറിയില്ല. നമ്മളെ ഉമ്മ കഷ്ടപ്പെട്ടോ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടാലേ നമ്മളെ മക്കൾക്ക് നാളെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നതാണ്. നമ്മൾ മുമ്പ് ഇത് കണ്ടിട്ട് അപ്പൊ ജീവിക്കുന്നെങ്കിൽ കൊറോണ ടൈമില് നമുക്ക് തുടങ്ങില്ലെങ്കിൽ പണ്ടേ തുടങ്ങാം. കാരണം വെച്ചാൽ നമ്മള് ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പ്രശസ്തിക്ക് നമുക്ക് എന്റെ അറിവില് ഞാൻ ഇപ്പോഴും പറയും എന്റെ ഉമ്മ കണ്ണൂർ സീനത്താണ്. ഞാൻ പണ്ടേ അംഗീകാരം ഏറ്റെടുത്ത ഒരാളാണ്. കണ്ണൂർ സീനത്തിന്റെ മോളെന്ന് പറയുമ്പോൾ നല്ല പവറും നല്ല ഇത് തന്നെ ആൾക്കാർ നമുക്ക് തരാറുണ്ടല്ലോ. എവിടെ പോയി കഴിഞ്ഞാലും കണ്ണൂർ സീതാതന്റെ മോള് അതാണ്. അപ്പൊ നമ്മളങ്ങനെ ഒളിച്ചു നിന്നവർ തന്നെയാണ്. നമ്മളങ്ങനെ പുറത്ത് വന്നിട്ടില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു വേണ്ടാന്ന് തോന്നി. ഇപ്പൊ മക്കളൊക്കെ ആയതിനു ശേഷമാണ് നമുക്കൊന്ന് എൻജോയ് ആക്കണം. നമ്മളെ പോലെ മക്കൾ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു നമ്മക്ക് ഈ പൈസ മാത്രം ലക്ഷ്യം. നമുക്ക് ഡെയിലി വ്ളോഗ് ഇട്ടൂടെ? എന്തൊക്കെ എന്റെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ കുട്ടികളെ. കാരണം അതല്ലേ ലക്ഷ്യം നമുക്ക് എല്ലാവരോടും. പിന്നെ അൽഹംദുലില്ലാ നമ്മള് ഇൻസ്റ്റയിൽ തന്നെ സ്റ്റോറി ഇട്ട് ഇപ്പൊ പറയാം തക്കു മാപ്പിളിനെ സംസാരിക്കാൻ പറഞ്ഞു. അതല്ല എന്നുവെച്ചാൽ കുറെ നാളായിട്ട് വീഡിയോയിൽ നിൽക്കാത്തത് കൊണ്ട് ഓരോരോ വേർഡ്സ് ഇങ്ങനെ ഞാനിപ്പോ ദുബായിന്ന് ചെറിയ രീതിയിൽ എനിക്ക് ഞാൻ മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ഇടാനുള്ള ഒരു മൂഡില്ല. ഒറ്റക്കെ നമ്മൾ പറ്റുന്നില്ല. പിന്നെ ഇപ്പൊ എനിക്കെന്നെ ഊർജ്ജം വന്ന പോലെ ഉണ്ട്. എന്തെല്ലോ പറയണം എന്തെല്ലോ ഉണ്ടേനും പറയും. പിന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോ ഒരുപാട് ആൾക്കാർ ഞങ്ങള് ഖത്തറിലാണ് ഇത്താനും മക്കളെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കൽ കാണും. അത് കേൾക്കുമ്പോ അൽഹംദുലില്ലാ നമുക്ക് വലിയൊരു എന്താ പറയാ ഒരു ഫാമിലി. നമ്മളാരെന്ന് അവർക്ക് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോയിൽ കണ്ട റീലും നമ്മളൊരു വീഡിയോ ഇങ്ങനെ കാണുന്ന ഒരു വർത്താനം അവർ കേട്ടിട്ടുള്ളൂ. എന്നിട്ട് പോലും അവർക്ക് നമ്മളെ കാണണമെന്നുണ്ട്, നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം കൊണ്ടുപോകണമെന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ആ ഒരു ബന്ധം സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമ്മളൊക്കെ ഭർത്താക്കന്മാരും ആങ്ങളാരൊക്കെ ഒരു പുറനാട്ടിൽ പോയി ഒരുപാട് ആളെ കീഴിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് കൊടുക്കുന്ന സപ്പോർട്ടോടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവര് ബന്ധമാണ്, ഓരോരോ ആളായിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പൊ നമുക്കും ഭയങ്കര സന്തോഷമാണ്. ഓരോരാൾ കാണുമ്പോൾ തക്കു നിന്റെ മക്കളെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നിൽക്കാനും നിങ്ങളെ ഫാമിലി കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അൽഹംദുലില്ലാ അല്ലാഹു തആല എല്ലാവർക്കും അതുപോലത്തെ സന്തോഷം തന്നെ കൊടുക്കട്ടെ. മക്കളുണ്ടത് എനിക്ക് മാത്രമേ ലോകത്ത് മക്കളുള്ളൂ അങ്ങനെ പറയണ്ട. മക്കൾ 1 ആയാലും 10 ആയാലും ഇപ്പൊ അതിന്റെ ഒരു ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരാളും കൂടിയാണ്. കാരണം എന്റെ 4 ആളെ വിട്ട് നിന്നിട്ട് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് 10 വർഷം നിന്നതിന്റെ ഒരു വേദനയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അവർ ഓർമ്മ വരുന്നു. എന്തെങ്കിലും ഒന്ന് വായിലിടുമ്പോഴേക്ക് ഇവിടെ എനിക്ക് താവുന്നില്ല. കാരണം ആ അടുത്തുണ്ടാകുമ്പോൾ ഒരു കഷ്ണം കിട്ടിക്കാൻ 6 കഷ്ണം ഞാൻ ആക്കി കൊടുക്കുന്നല്ലേ. അപ്പൊ ഇവിടെ എത്തിയിട്ട് നമുക്ക് അതന്നെ ഞാനിപ്പോ എന്ത് കിട്ടുമ്പോ എന്റെ ബാഗിന്റെ ഉള്ളിലേക്ക് ഇട്ടു പോകുന്നത്. കാരണം പോയിട്ട് പാവപ്പ ഉമ്മ നല്ലോണം നോക്കി ഉമ്മ രാവിലെ ചെറുപയർ കറി ഉണ്ടാക്കി കൊടുത്ത് ഉമ്മക്കൊരു കല്യാണം ഉണ്ട്, കോഴിക്കറി ഉണ്ടാക്കി കൊടുത്ത്, ചോറ് ഉണ്ടാക്കി കൊടുത്ത്, കോഴി പൊരിച്ചു കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഉമ്മ പോയി. അൽഹംദുലില്ലാ അത് തന്നെ നമ്മളെ ഭാഗ്യം. കാരണം എന്റെ ഉമ്മാമ ഇപ്പാപ്പയാണ് ചെറുതിൽ എന്നെ നല്ലോണം പൊന്നു പോലെ നോക്കിയത്. അപ്പൊ ആ ഒരു ഭാഗ്യം എന്റെ മക്കൾ കിട്ടിയിട്ടുണ്ടല്ലോ. കാരണം ഞാൻ അവരൊന്നിച്ച് തന്നെയല്ലേ. പക്ഷെ ഈ ഒരു 10-20 ദിവസം മക്കൾക്ക് നല്ലോണം ആ ഭാഗ്യം കിട്ടും. കാരണം ഞാൻ ഇല്ലെങ്കിൽ നല്ലോണം മക്കളെ നോക്കും, നല്ലോണം ഭക്ഷണം കൊടുക്കും. ഉമ്മാന്റെ ഏറ്റവും വലിയ വെച്ചാൽ ഭക്ഷണം കൊടുക്കാൻ എന്റെ ഉമ്മാനെ കഴിച്ചിട്ട് ആരുള്ളൂ വാരി കൊടുക്കും. വലിയ പ്ലേറ്റ് ഇങ്ങനെ വായിൽ ഉരുട്ടി കൊടുക്കും. കാരണം ഉമ്മാനെ തിന്നാൽ തന്നെ പിള്ളേരുടെ തടി വെക്കും. അതെല്ലാം എന്നെ കണ്ടാൽ മാത്രം കുറച്ച് മടിച്ചാണ് ഉമ്മ. പിന്നെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് രാവിലെ എല്ലാ പണിയെല്ലാം കഴിച്ചിട്ട് ഓരോ പരിപാടിക്ക് പോയി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത സംഭവം കാണിച്ചാൽ വർത്താനം പറഞ്ഞ സെൻറ്റി ആയിപ്പോയി. ചില കണ്ണുന്നല്ല ഇങ്ങനെ വെള്ളം വരുന്നോന്നൊരു സംശയം മക്കളെ കാര്യം പറയുമ്പോൾ. അൽഹംദുലില്ലാ നമ്മളെ മക്കൾക്ക് എല്ലാ കാഫത്ത് ആരോഗ്യ ആയുസ് ഇട്ട് കൊടുക്കട്ടെ റബ്ബേ. കാരണം ഓരോരോ കുട്ടികൾ നമുക്ക് ഉമ്മയില്ല ഉപ്പയില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെ എന്റെ മക്കളെ മിസ് ചെയ്യുന്നത്. കമന്റിൽ അധികം മക്കളില്ലാത്ത ആൾതും കൊറേ ഇത് പറയുന്നുണ്ടല്ലോ മക്കളില്ല, വർഷമായി മക്കളില്ല, എന്റെ കുട്ടികൾ മരി അതെല്ലാം കേൾക്കുമ്പോൾ ഇന്നലെ ഖബർസ്ഥാനത്ത് പോയപ്പോ തന്നെ കുറെ കുഞ്ഞു മക്കളെ ഖബർ കണ്ടിട്ട് എനിക്ക് നെഞ്ഞുമ്പോ നാഗപ്പാടൊരു ബേജാറായി. കാരണം നമ്മളുണ്ടാവും നമ്മളെ മക്കൾക്ക് ഒരു സൂചി കുത്തിയപ്പോൾ എന്നെ കൊണ്ട് പറ്റൂല സഹിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഇപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ അറിയാം ഒരുപാട് സ്ഥലത്ത് അവിടെ കുട്ടികളെ കൊണ്ടുപോയി ഇവിടെ കുട്ടികളെ കൊണ്ടുപോയി ഇവരെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അന്ന് രാത്രി ഉറക്കില്ല. കാരണം നമ്മളെ മക്കളൊക്കെ നമ്മളെ മക്കളൊന്നാവാൻ നമുക്ക് അത് എത്ര പ്രായമായാലും തട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഞാൻ ദുബായിലുള്ളത് ഞാൻ തക്കുനെ എത്ര പ്രാവശ്യം വിളിച്ചെന്ന് പറഞ്ഞു. നേരെ നോക്കിയത് ഗേറ്റ് പൂട്ടിയത് പിന്നെ ഇവര് ഉമ്മ അങ്ങനെ തന്നെ ഉമ്മ വീട് വന്ന ശേഷം ഉമ്മാക്ക് ഇതന്നെ എന്തായി നിങ്ങൾ നേരെ ഉണ്ടാവും മക്കള് നേരെ ഉണ്ടാവും ആടെ എങ്ങനെയുണ്ട്. കാരണം എല്ലാരും നമ്മളെ കെയർ ആക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറയട്ടെ നമ്മളെ ലൈഫ് ഇങ്ങനെയാണ്. നമ്മളിപ്പോ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനം എന്നല്ല ഇത് തന്നെയാണ് നമ്മളെ ലൈഫ്. ഈ സംസാരം ഈ ചിരിയും ഈ കളിയും ഈ ഒച്ചപ്പാടും ഞാൻ ചിരിക്കുമ്പോൾ ഒച്ചത്ത് ചിരിക്കുന്നവരാണ്. നമ്മള് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നു വന്നവരാണ്. എന്നിട്ട് പോലും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം അനുഭവിച്ചിട്ട് എന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നത് ചിരിച്ചിട്ടും ഈ മക്കളെ മുഖം കണ്ടിട്ടുമാണ്. ഈ മക്കൾക്ക് വേണ്ടി. കാരണം മക്കളെ അവരെ മുഖം കാണുമ്പോൾ ഒരു വേറെ തന്നെ പോസിറ്റീവ് ആയി. ഞാൻ പറയട്ടെ ഈ ലോകത്തെ ഏറ്റവും വലിയ മെഡിസിൻ എന്ന് പറയുന്നതിലെ ഏത് രോഗത്തിനും നമുക്ക് ചിലപ്പോൾ ആ അസുഖം മാറ്റാൻ പറ്റുന്നത്. പക്ഷെ നമ്മളെ കുഞ്ഞു മക്കളെ ചിരി അവര് നമ്മൾ എത്ര സങ്കടം നമ്മളെ ചെറിയ കുഞ്ഞിൻ്റെ ഈന്ന് ചിരിക്കുമ്പില്ലേ അമ്മ ഒന്ന് ചിരിച്ചോ അപ്പൊ നമ്മളെ മനസ്സൊന്ന് തണുത്തു. ഇപ്പൊ ഞാനൊക്കെ എത്ര പ്രശ്നം വന്നാൽ എന്റെ തടിക്ക് ആവാറില്ല. കാരണം എന്റെ മനസ്സിലേക്ക് എത്താറില്ല. കാരണം അത് എത്തുന്നതിന് മുമ്പ് എന്റെ മക്കൾ അത് അവിടെ നിന്ന് സ്റ്റോപ്പ് ആക്കും. കാരണം അവരെന്തെങ്കിലും വന്നു ചിലപ്പോൾ ടെൻഷനിൽ ഇരുന്നിട്ട് അവർ വന്നുമ്പോ അത് തരുമ്പോ ഇത് തരുമ്പോ അപ്പൊ ഞാൻ അത് മറന്നു. ഞാൻ അവരെ തല്ലുകൂടാ തന്നെ തരൂല അങ്ങനെ പറഞ്ഞിട്ട് എന്നുണ്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാകുമ്പോ ഒരു ഷോക്ക് ഇങ്ങനെ അടിക്കുന്നത് ഇങ്ങനെ സ്പാർക്ക് ആക്കുന്നത്. അപ്പൊ നമ്മള് ഫുഡ് തരാം നമുക്ക് വ്ളോഗ് ആകുമ്പോ പോകുന്നവരെ ഉണ്ടാവും. അപ്പൊ കൊറേ കാര്യങ്ങൾ പറയാം. വ്ളോഗ് വേണം. പിന്നെ നിങ്ങൾ ദുആ ചെയ്യാം. പിന്നെ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ മക്കൾക്കും വേണ്ടി എനിക്ക് വേണ്ടി. പിന്നെ ഇതിൻ്റെതായ വന്നിട്ട് ആ മക്കളെയും കൂട്ടായിരുന്നു. അവരെ ഞാൻ 4 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മളാകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. പിന്നെ ഉമ്മാന്റെ അടുത്ത് ആരും പിന്നെ മദ്രസ വെച്ചാൽ നമുക്ക് ഏറ്റവും വലുതല്ല അത് നമ്മൾ സ്കൂളിൽ ലീവ് 10 ദിവസം കിട്ടി മദ്രസ 10 ദിവസം അങ്ങനെ ലീവ് എടുക്കാൻ കഴിയില്ല. കാരണം നമുക്ക് രണ്ടും തുല്യരാണ്. രണ്ടും ഒരുപോലെ തന്നെ പോകണം. ഞാൻ രണ്ടും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മക്കൾ പറഞ്ഞു പോയിക്കും ഉമ്മ കുഴപ്പമില്ല. പിന്നെ അവരൊന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ എന്താണ് അവസ്ഥ എന്നൊന്നും. അവരൊന്ന് വിട്ടു നിൽക്കുന്നത് നല്ലതാണ് എനിക്കൊന്നും തോന്നി ഉമ്മ. കാരണം നമ്മളായിട്ട് കൂടുതൽ അടുക്കുമ്പോഴേക്ക് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് സംഭവിച്ചു പോയി കഴിഞ്ഞാല് അവർക്ക് ഒരു വേദന പാടില്ല. ഇപ്പൊ നിന്നൊരു ശീലം വേണമല്ലോ. അപ്പൊ ഉമ്മ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പം ഇതൊക്കെയാണ് വിശേഷം. കാരണം ഇവിടെ എത്തിയപ്പോഴാണ് ആ കബറും പുറത്തൊക്കെ പോയി ഉപ്പാന്റെ കബർ എന്റെ കബറുമ്പോ ഞാനാകെ ബേജാറായി. കാരണം നമുക്ക് മതി വരാത്തൊരു സ്നേഹം പകുതിയിൽ നിന്ന് പോയതായിരുന്നു. കാരണം ഒരിക്കലും ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഭയങ്കര വേജാറാ. എന്റെ ഉപ്പാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ വിചാരിച്ചു ഉപ്പ് ഉണ്ടെങ്കിൽ കാരണം നമ്മൾക്ക് ലൈഫിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പം തന്നെ ഒന്നും കറക്റ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോ തടസ്സം വരും. പക്ഷെ ഞാൻ ഖത്തറിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ തന്നെ അന്നൊക്കെ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴും ആ സമയത്ത് ഭയങ്കര പ്രശ്നമായി. ഇന്നത്തേക്കാളും സ്റ്റാർട്ടായിരുന്നു നമ്മളെ ഒരു ഫെയിലായതും നമ്മളെ ബിസിനസ് ഒക്കെ പോയ ഒരു സമയമായിരുന്നു. അപ്പൊ ആണ് ഒന്ന് ആഗ്രഹിച്ചത് അപ്പൊ ഒന്ന് ഖത്തറിൽ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പോയാൽ എൻ്റെ മനസ്സിനൊരു സമാധാനം. എന്താ പറഞ്ഞ 10 ദിവസത്തിലാണ് നോമ്പ് 17 അന്നാണ് ഞാൻ ഖത്തറിലെത്തുന്നത്. ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു വരുത്താൻ വന്നത്. അപ്പൊ എല്ലാരും ഷോക്കായി. നമ്മൾ അറിയുന്നവർക്ക് ഇവരെങ്ങനെയാ പോയേ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് ഉപ്പാനുള്ള സ്നേഹം അത്രയുള്ള മുമ്പത്തെ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ നമ്മള് ഫുഡ് കാണിച്ചു കൊടുക്കാം. ഫുഡ് കണ്ടിട്ട് ഇന്ത്യയിലായി പൂരി ബജി പിന്നെ നമ്മളെ സ്പെഷ്യൽ നമ്മളെ നാട്ടിൽ നിന്ന് ചെറുനാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും ഇത് തീരുമ്പോ തന്നെ വേറെ അച്ചാറുണ്ട്. അച്ചാറില്ലാണ്ട് യാതൊരു ഇല്ല. അപ്പൊ നമ്മളിത് കഴിച്ചിട്ട് വരുന്ന അപ്പൊ നിങ്ങൾ എന്തായാലും നമ്മള് ഷെയർ ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യാം. ഖത്തറിലുള്ളവരാണെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നോക്കാം ഇൻഷാല്ലാ കാണാൻ പറ്റുമെങ്കിൽ കാണാം. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ.